ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ശമ്പള പ്രതിസന്ധിയിൽ സർക്കാർ സംഘടനകൾ വിദൂഷക വേഷം കെട്ടുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സോഫ്റ്റ്വെയറിലെ തകരാറെന്ന മന്ത്രിയുടെ വാദം പച്ചക്കള്ളം, ജനങ്ങളെ സർക്കാർ കബളിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ. ഇന്നു മുതൽ ട്രഷറിയിൽ നിന്ന് ശമ്പളം ലഭിക്കുമെന്ന് സർക്കാർ. കുറ്റിക്കോലിൽ സഹോദരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. വളവിൽ നൂഞ്ഞങ്ങാനത്ത് സ്വദേശി ബാലകൃഷ്ണനാണ് പിടിയിലായത്. ഇയാളുടെ സഹോദരൻ അശോകനാണ് മരിച്ചത്. ബംഗളൂരുവിലെ കഫേയിലുണ്ടായ സ്ഫോടനം സംബന്ധിച്ച കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. സ്ഫോടനത്തിൽ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. ക്രൂരമർദ്ദനമേറ്റെന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ കൊയിലാണ്ടിയിൽ 20 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പൂക്കോട് ഇന്നും സംഘർഷം. KSU MSF മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ്. അനിൽ ആന്റണിയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട കർഷക മോർച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. സംഘടനാ ചുമതല നേരത്തെ തന്നെ രാജിവെച്ചിരുന്നുവെന്ന് പുറത്താക്കപ്പെട്ട ശ്യാം തട്ടയിൽ. നേര്യമംഗലത്തെ കാട്ടാനാക്രമണം, കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി തെരുവിൽ കോൺഗ്രസ് പ്രതിഷേധം. കാഞ്ഞിരവേലി സ്വദേശി ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. വോട്ടിനോ പ്രസംഗത്തിനോ കൈക്കൂലി വാങ്ങുന്ന MPക്കോ MLAക്കോ വിചാരണയിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് സുപ്രീം കോടതി. ജനപ്രതിനിധിക്ക് സംരക്ഷണം നൽകുന്ന 1998 വിധി റദ്ദാക്കിയെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകിയതിന് വിലക്ക്. വൈസ് ചാൻസലറാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രണയം നിരസിച്ചതിന് ആസിഡ് ആക്രമണം, 3 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. മംഗലപുരത്ത് മലയാളി യുവാവ് പിടിയിൽ. പെൺകുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയാണ് MBA വിദ്യാർത്ഥിയായ പ്രതി ആസിഡ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.